ശബരിമലയിലെ യോഗദണ്ഡിലും രുദ്രാക്ഷമാലയിലും സ്വർണം കെട്ടിയതിലും ദുരൂഹത. സ്വർണം കെട്ടാൻ ഏൽപ്പിച്ചത് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മകനായ ജയശങ്കർ പത്മനെ. ദ്വാരപാലക ശില്പപാളികൾ കൊടുത്തുവിടുന്നതിന് മുൻപായിരുന്നു ഇത് നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ചത് പുതിയ ചെമ്പുപാളിയാണെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. 2019 മാർച്ച് 16 ഇറങ്ങിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് കാണുക. ശബരിമല അയ്യപ്പന്റെ യോഗദണ്ഡിലും രുദ്രാക്ഷമാലയിലും സ്വർണം കെട്ടാൻ തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജയശങ്കർ പത്മനെ ഏൽപ്പിക്കുക. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മകനാണ് ജയശങ്കർ പത്മൻ. ഇതുപ്രകാരം 2019 ഏപ്രിൽ 14 ഇത് കൊടുത്തുവിടുകയും ചെയ്തു. ഇതിൽ വിവാദമൊന്നുമില്ലെന്നാണ് പത്മകുമാറിന്റെ പ്രതികരണം. സ്വർണം ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മോതിരം പോലെ ചെറിയ ചുറ്റ്, അതിലൊരു 4-5 ചുറ്റുണ്ട്. ആ ചുറ്റ് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. അതൊക്കെ അവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബം ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലാതൊന്നും ഒരു ദോഷവും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വർണം കെട്ടാനായി പുറത്തു കൊണ്ടുപോയിട്ടില്ല എന്ന് പത്മകുമാർ പറയുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തതയില്ല. മഹസറിൽ ഒപ്പിട്ടത് ഇപ്പോൾ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരാണ്. തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബു എന്നിവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടെന്ന് വ്യക്തം. മീഡിയ 1 തിരുവനന്തപുരം.